നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കുട്ടികൾ കാണാതെ പതുക്കെ രാഗി മരുന്നൊക്കെ എടുത്ത് കഴിക്കുക ചെയ്യുന്നത്. എന്നിട്ട് കുട്ടികൾ കണ്ടോ നോക്കുന്നുണ്ട്. അതിനുശേഷം രാഗിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കുട്ടികൾ ഗെയിം കളിക്കുന്നത് കാണുമ്പോൾ കുട്ടികളോട് പൊട്ടിത്തെറിക്കുക, നിങ്ങളോടല്ലേ പറഞ്ഞ ഗെയിം കളിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കും. അതിനുശേഷമാണ് രാഗി ആലോചിക്കുന്നത്, ഞാൻ കുട്ടികളോട് ഇനി ദേഷ്യപ്പെടില്ലെന്ന് കരുതിയതല്ലേ, സ്നേഹത്തോടെ പെരുമാറുമെന്ന്. പെട്ടെന്ന് രാഗി കുട്ടികളെടുക്കാൻ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് നാളെ സ്കൂളിൽ പോകുമ്പോൾ ഉറക്കം വരും, രണ്ടുപേരും ഉറക്കം തൂങ്ങിയിരിക്കും, പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ മക്കളിപ്പോൾ ഗെയിമൊന്നും കളിക്കരുത്, ആ ഫോൺ ഇങ്ങോട്ട് തിരികെ താന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ കുട്ടികളിങ്ങനെ പരസ്പരം നോക്കുക, എന്തിനാ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ സ്വഭാവം മാറിയെന്നൊക്കെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഫോൺ തരുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുട്ടികൾ ഫോൺ എടുത്ത് രാഗിക്ക് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും രാജീവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുട്ടികളുമായിട്ട് കളിതിരി തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് വാ, എനിക്ക് ഉറക്കം വരും അല്ലെങ്കിൽ ഇന്ന് രാജീവൻ പറയുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിടന്നാലും ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുറി കിടന്നാൽ മതി, ഞങ്ങൾ രണ്ടുപേരേ ഞങ്ങളുടെ റൂമിൽ കിടന്നോളാം എന്ന് രാജീവൻ പറയുന്നു. പിന്നീടാണ് കേട്ടോ പെട്ടെന്ന് പുതപ്പെടുത്ത് കൊടുക്കുന്ന സമയത്ത് രാഗിയുടെ ആ പഴയ ഡയറി, നീല ഡയറി കിട്ടുക കേട്ടോ ചെയ്യുന്നത് രാഗിക്ക്. ഇതൊരു വലിയ വഴിത്തിരിവാണ് കേട്ടോ ഈ ഡയറി കിട്ടുന്നതോടുകൂടി. അപ്പോൾ ശാരിക എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ ഇത് രാഗിയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് രാഗി സന്തോഷപ്പെടുകയും ചെയ്യുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നു, അമ്മ എന്തിന് ഇത്ര സന്തോഷിക്കുന്ന ഈ ഡയറി കിട്ടിയെന്ന് ചോദിക്കാട്ടോ ചെയ്യും. അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് രാഗി പിന്നെ രാജീവിൻ്റെ റൂമിലേക്ക് പോവുകട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാജീവനും രാഗിയും സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. കുറച്ച് അകന്നതിന് ശേഷം ഇപ്പോൾ അടുത്തപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സങ്കോചം തോന്നുന്നുണ്ടല്ലേ എന്നൊക്കെ രാജീവൻ രാഗിയോട് ചോദിക്കുന്നുണ്ട്. സങ്കോചമൊന്നും എനിക്കില്ല, എനിക്ക് എൻ്റെ രാജീവേട്ടനെ ഇങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ രാഗി പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഗിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. എന്തായാലും നമ്മൾ വാക്കുകൾ കൊണ്ട് പരസ്പരം വേദനിപ്പിച്ചവരാണല്ലോ, നിന്നെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുമ്പോഴും ഞാൻ അതിൽ കൂടുതൽ വേദനിക്കുന്നുണ്ടായിരുന്നു രാഗി എന്ന് പറയുന്നു. രാഗി പെട്ടെന്ന് രാജീവിൻ്റെ തോളിലേക്ക് ചായ കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് രാഗി പറയുന്നുണ്ട്, രാജീവേട്ട അതിനൊക്കെ ഞാൻ പ്രായച്ചിത്തം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എനിക്ക് രാജീവേട്ടനെ ഒരിക്കലും പിരിയാനായിട്ട് സാധിക്കത്തില്ല, കഴിഞ്ഞു പോയ നല്ല നിമിഷങ്ങൾ ഓർത്ത് ഞാനിപ്പോൾ സങ്കടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയട്ടോ ചെയ്യുന്നത്. രാഗി നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു. നീ എന്തിനാ കരയുന്നതെന്നൊക്കെ രാജീവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, ഞാനായിട്ടാണല്ലോ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞത്, അത് ഓർത്ത് ഞാൻ കരയാണെന്ന് പറയുന്നു. ഞാൻ രാജീവേട്ടനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോട്ടേന്ന് ചോദിക്കുന്നു. അങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവൻ കരയുന്ന കാണുമ്പോൾ നീ എന്തിനാ മോളെ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിടല്ലേ രാജീവേട്ട, ഇങ്ങനെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ, എനിക്കതാണ് ഇഷ്ടമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാജീവൻ രാഗിയെ എണീപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇല്ല നീ എന്തോ എന്നെ നിന്ന് വിളിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എന്തെങ്കിലും മനസ്സ് തുറന്ന് പറയാനുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറ രാഗി എന്ന് പറയുന്നു. നീ ഇങ്ങനെ വിഷമിക്കരുത്, നിൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും സങ്കടം കൊണ്ട് നിറയാനായിട്ട് പാടില്ല, സന്തോഷം കൊണ്ട് മാത്രമേ നിറയാനായിട്ട് പാടുള്ളൂ, ഇനി നമ്മൾ സന്തോഷകരമായിട്ട് അങ്ങോട്ട് ജീവിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാഗിയിലൊരു മാറ്റമുണ്ട്. കാരണം രാഗി മരണം എണ്ണി കഴിയുകയാണെന്നുള്ളതിലൊരു സംശയവുമില്ല. രാഗി മരിച്ചു പോകുമെന്നുള്ളൊരു തോന്നൽ രാഗിയിൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ രാജീവിനോട് ക്ഷമിക്കാനും കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറാനും രാഗി കഴിഞ്ഞത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും രാഗി രാജീവിനോട് ക്ഷമിക്കാനും പോകുന്നില്ല, ആരോടും സ്നേഹത്തോടു കൂടി ഇടപെടാനും പോകുന്നില്ല. ഇപ്പം രാഖിയിൽ കുറ്റബോധം വരാനും കാരണം തൻ്റെ ജീവൻ ആപത്ത് വരും, ഇനി തനിക്ക് അധിക നാളില്ല, തനിക്കിനി രാജീവേട്ടനെയും കുട്ടികളെയും സ്നേഹിക്കാനായിട്ട് കഴിയില്ല എന്ന ഒരു തോന്നലും പിന്നെ ഡോക്ടർ കൊടുത്ത ഉപദേശവുമാണ് കേട്ടോ. രാജീവന് സംശയങ്ങൾ തോന്നുന്നുണ്ട്, രാഖിയുടെ പെരുമാറ്റത്തിലൊക്കെ ഓവറായിട്ട് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സങ്കടം രാഖിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് രാജീവന് മനസ്സിലാവുകയാണ്. രാഖിയാണെങ്കിൽ ഉടനെ തന്നെ വിഷയം മാറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല രാജീവേട്ട, എനിക്ക് രാജീവേട്ടനെ ഇങ്ങനെ സ്നേഹിക്കണം, എനിക്ക് രാജീവേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവേട്ടന് അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് രണ്ടു പേർക്കും കൂടെ ഇങ്ങനെ സ്നേഹിച്ച് ഒരേ സമയം മരിക്കാനായിട്ട് സാധിക്കുമോ എന്ന് രാഗി ചോദിക്കുന്നു. അപ്പോൾ ഉടനെ നീ എന്തിനാ ഈ മരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്, നമ്മൾ ഒരുപാട് നാൾ ഇതുപോലെ സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും രാഗി, എൻ്റെ സ്നേഹം മുഴുവൻ നിനക്കായിട്ടുള്ളതാണ്, നിനക്ക് മാത്രം, അതിന് വേറൊരാൾക്ക് ഒരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഗിയെ ചേർത്ത് പിടിക്കാട്ടോ രാജീവൻ ചെയ്യുന്നത്. രാഗിയാണെങ്കിൽ ഞാൻ അധികം നാളില്ല രാജീവേട്ട, ഈ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കാനായിട്ട് എനിക്കിനി അധികം നാൾ കഴിയില്ല എന്നൊരു ധാരണയിൽ രാജീവനോട് ചേർന്ന് കിടക്കാട്ടോ ചെയ്യുന്നത്. പക്ഷേ രാഗി രാജീവനോട് ആ സത്യം പറയണമെന്നാണ്, കാരണം എന്നാൽ മാത്രമേ എന്താണ് സംഭവമൊന്നും ചികിത്സിക്കാനും ഒക്കെ കഴിയത്തുള്ളൂ. പക്ഷേ രാഗിക്കാണെങ്കിൽ ഈ സന്തോഷം നഷ്ടപ്പെടുത്താനും പറ്റില്ല, അതുകൊണ്ടാണ് രാഗി ആരോടും ഒന്നും പറയാത്തത്. പിന്നീട് മോഹനം വിളിച്ച് ജയയ്ക്ക് കണക്കിന് കൊടുക്കുകട്ടോ ചെയ്യുന്നത്. രാജീവനും രാഗിയും ഒന്നിക്കുന്നതിന് ആണ് അവിടെ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ശ്രീജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ശ്രീജ ചോദിക്കുന്നുണ്ട്, മോഹനേട്ടൻ നൈസ കാല് മാറിയല്ലേ ചേച്ചി, ഇത്രയും നാളും ഡിവോഴ്സ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ ആളല്ലേ, ഇത്ര പെട്ടെന്ന് വാക്ക് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നു. മോഹനേട്ടൻ്റെ വാക്കൊന്നും നീ ചെവിക്കൊള്ളണ്ട, അങ്ങേരിങ്ങനെ ഓരോന്ന് പറയും, ഒരു നിലപാടില്ലാത്ത മനുഷ്യനാണ്, നമ്പാൻ കൊള്ളത്തില്ല എന്നൊക്കെ ജയ പറയുന്നു.
എന്നാലും മോഹനേട്ടൻ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. നീ അക്കാര്യം വീട്. രാഖിയും രാജീവനും ഒന്നിക്കാനായിട്ട് പോകുന്നില്ല. എന്ത് വില കൊടുത്തും ഞാൻ അവരെ പിരിക്കുക തന്നെ ചെയ്യും. നീ ഞങ്ങളുടെ കുടുംബത്തിനോട് ചെയ്യുന്ന ത്യാഗം ഞാൻ മറക്കില്ല. രാജീവൻ വീണുപോയപ്പോൾ നീയാണ് കൈത്താങ്ങായത്. അതുകൊണ്ട് നിന്നെയും രാജീവനെയും ഞാൻ ഒന്നിപ്പിക്കും. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. ചേച്ചിയല്ലേ പറയുന്നതെന്ന് ജയ പറയുന്നു. അവൾ ആടാവുന്നിടത്തോളം ആടി തകർക്കട്ടെ. ഇപ്പം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇനി അടുത്ത കൗൺസിലിംഗ് പോകുമ്പോൾ ഡിവോഴ്സ് തന്നെ വേണമെന്ന് രാജീവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമെന്ന് ജയ ശ്രീജയ്ക്ക് വാക്കു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് രാഖി ആ ഡയറിയിൽ ഓരോ നമ്പറുകളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. കുറേ പേരെയൊന്നും വിളിച്ചിട്ട് രാഖിക്ക് കിട്ടുന്നില്ല. പിന്നീട് ഓരോരുത്തരെയായിട്ട് വിളിക്കുമ്പോഴത്തേക്കും കൊച്ചുറാണിയെ വിളിക്കുമ്പോഴാണ് ആ വിവരം അറിയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. കൊച്ചുറാണി ചോദിക്കുന്നുണ്ട്, നീ ഇത്ര കഷ്ടപ്പെട്ട് എന്നെ നമ്പർ എടുത്ത് വിളിച്ചെങ്കിൽ എന്തോ ഒരു അത്യാവശ്യ കാര്യമുണ്ടല്ലോ, എന്താണ് ഈ കാര്യമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, ശാരികയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിനക്കറിയാമോ? അപ്പം നിൻ്റെ പെറ്റല്ലായിരുന്നു ശാരിക, പിന്നെ നീ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ചോദിക്കുന്നു? അതല്ലടി, കുറച്ച് നാളായിട്ട് അവൾ മിസ്സിംഗ് ആണ്. എനിക്ക് അവളെ കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വിവരം അറിയാമോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. എനിക്കൊരു വിവരം അറിയത്തില്ലടി എന്ന് ആദ്യം കൊച്ചുറാണി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രാഖി ചോദിക്കുന്നുണ്ട്, വേറെ ആർക്കെങ്കിലും അറിയാമോ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നില്ലേ, ഷീലയുണ്ടല്ലോ നമ്മുടെ കൂടെ പഠിച്ച, അവിടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് ശാരികയെ കണ്ടതായിട്ട് അവൾ എന്നോട് പറഞ്ഞു. നീ ഒന്ന് ഷീലയെ വിളിച്ച് ചോദിക്കുക, അവൾക്ക് ചിലപ്പം അറിയാമായിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും രാഖിക്ക് സന്തോഷമാവട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് തുളസി നിൽക്കുന്നുണ്ട്. തുളസി അപ്പം ചിന്തിക്കുക കേട്ടോ ചെയ്യുന്നത്, രാഖി ചേച്ചി എന്തിനാണ് ശാരി ചേച്ചി ഇപ്പോൾ അന്വേഷിക്കുന്നത്? ഇനി തെറ്റിദ്ധാരണകളൊക്കെ മാറിയോ? എന്താണ് സംഭവമെന്ന് ചിന്തിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, ഷീലയുടെ നമ്പർ എൻ്റെ ഇല്ല, നീ എനിക്ക് ആ നമ്പർ തരാമെന്ന് ചോദിക്കുന്നു. അതിലെന്താ, ഷീലയുടെ നമ്പർ ഞാൻ നിനക്ക് അയച്ചു തരാമെന്ന് പറയാം കേട്ടോ ചെയ്യുന്ന റാണി. അങ്ങനെ ശാരികയെക്കുറിച്ചിട്ടുള്ള വിവരം രാഖിക്ക് കിട്ടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഖി വിചാരിച്ചിരിക്കുന്നത് ശാരികയുടെ വയറ്റിൽ വളരുന്നത് രാജീവൻ്റെ കുട്ടിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി ശാരികയും രാജീവനെയും ഒന്നിപ്പിച്ചിട്ട് എനിക്ക് സന്തോഷകരമായിട്ട് മരിക്കണം. അതാണ് രാഖിയുടെ ഉദ്ദേശം കേട്ടോ. പക്ഷേ ശാരികയുടെ വയറ്റിൽ വളരുന്ന രാജേന്ദ്രൻ്റെ കുട്ടിയാണെന്നുള്ളത് രാഖിക്ക് അറിയത്തില്ലല്ലോ. അത് ശാരിക എന്തായാലും തുറന്നു പറയും, കണ്ടെത്തിക്കൊണ്ട് വരുമ്പോൾ. അതോടുകൂടി ഈ സംശയം അങ്ങ് മാറുകയും എല്ലാ സത്യങ്ങളും പറയും. രാജീവൻ്റെ കാല് പിടിച്ച് കരയുന്ന രാഖിയെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നീട് ജയയാണെങ്കിൽ രാജീവനെ കാണാനായിട്ട് വരുന്നു. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? ഓഫീസിലോട്ട് കയറി വരാൻ എന്താണെന്ന് ചോദിക്കുന്നു. നിന്നെ ഇവിടെ നിന്നാലല്ലേ കാണാൻ പറ്റത്തുള്ളൂ. നിൻ്റെ ഓഫീസിൽ കയറി വരണ്ടെന്ന് വിചാരിച്ചു, നിൻ്റെ ജോലിയൊക്കെ നടക്കട്ടെ എന്ന് കരുതിയെന്ന് പറയുന്നു. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, അതിനാ വന്നതെന്ന് പറയുന്നു. ചേച്ചി കാര്യം പറയുന്നു പറയുന്നു. എൻ്റെ അനിയനൊരു മണ്ടനായി പോയില്ലേ, അതുകൊണ്ട് എനിക്ക് പിന്നെ പറയാതെ വയ്യല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഇത് എന്തൊക്കെയായി പറയുന്നത്, ചേച്ചി വന്ന എന്തിനാന്ന് പറയുമ്പോഴത്തേക്കും ജയ പറയാട്ടോ ചെയ്യുന്നു, നീ രാഖിയെ ഡിവോഴ്സ് ചെയ്യണം, അതാണ് എൻ്റെ ആവശ്യമെന്ന് പറയുന്നു. ചേച്ചി ഇത് എന്തോ ഈ പറയുന്നത് എന്ന് രാജീവൻ ചോദിക്കാട്ടോ ചെയ്യുന്നത്. ഞാൻ എന്തോ പറയുന്നു, അവൾ എത്രമാത്രം നിന്നെ കഷ്ടപ്പെടുത്തിയിടാം, നമ്മളെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാവുന്നിടത്തോളം ബുദ്ധിമുട്ടിപ്പിച്ചില്ലേ. ഇപ്പോൾ അവൾക്ക് എന്താ മാനസാന്തരം വന്ന് അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കഥയുണ്ട്, എന്തോ ഒരു ചതിയുണ്ട്. ആ രഹസ്യമാണ് നീ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അല്ലാതെ ചുമ്മാതെയൊന്നും വന്ന് നിന്നോട് അവൾ എല്ലാം ക്ഷമിച്ചതൊന്നും അല്ല. എന്തോ ഒരു കാര്യം അവൾ ഒളിച്ചു വെക്കുന്നുണ്ട്. നീ അത് കണ്ടുപിടിക്കുക. അത് നിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് നീ രാഖിയെ പിരിയണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. രാജീവൻ അത് കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ രാഖി ശാരികയെ അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ ഷീലയെ വിളിക്കുന്നു. ഷീല പറയുന്നുണ്ട്, ശാരിക താമസിക്കുന്ന സ്ഥലമൊക്കെ എവിടെയാണെന്ന് എനിക്കറിയാമെന്നും അപ്പോൾ ഞാൻ ഉടനെ അങ്ങോട്ട് വരാമെന്ന് രാഖി പറയാട്ടോ ചെയ്യുന്നത്. ഈ വിവരം എന്തായാലും ശാരിയോട് പറയണ്ടെന്നും ഷീലയോട് രാഖി പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് തുളസി നിൽക്കുന്നുണ്ട് കേട്ടോ. രാഖി ചേച്ചി എന്തിനാണ് ശാരി ചേച്ചി അന്വേഷിച്ച് പോകുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ രാഖിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ശാരികയെ കണ്ടെത്താനുള്ളൊരു വഴി തുറന്നു കിട്ടിയതിൻ്റെ പേരിൽ.